ഇൻ്റർനെറ്റ് ബാങ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രൊഫൈലുള്ള ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി ഡെസ്ക്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ അല്ലെ ലാപ്ടോപ്പ് ഇങ്ങനത്തെ ഡിവൈസുമായി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിൽ പോയിട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ഓവർ ദി ഇൻ്റർനെറ്റ് ത്രൂ എ ബാങ്ക്സ് സെക്യൂർ വെബ്സൈറ്റ്. അങ്ങനെ പറഞ്ഞാൽ ഒരു സെക്യൂറായ ഒരു ബാങ്കിൻ്റെ സെക്യൂറായ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ത്രൂ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദ ബാങ്ക് മേ ഹാവ് ഫിസിക്കൽ ബ്രാഞ്ച് ലൊക്കേഷൻസ് ഓർ ഇറ്റ് മേ എക്സിറ്റ് ഓൺലി ഓൺലൈൻ. ബാങ്കിന് ചിലപ്പം ഫിസിക്കൽ ബ്രാഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഓൺലൈനായിട്ട് മാത്രമായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. The user must register with the financial institution online and create a login ID and password. യൂസർ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണം മസ്റ്റായിട്ട്. പിന്നെ ഒരു ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണം. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ സിമിലർ ഡിവൈസ് അതേപോലുള്ള ഏതെങ്കിലും സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പെർഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ബാങ്കിങ് സൈറ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കും. ഇൻ്റർനെറ്റ് വഴി ബാങ്കിങ് സൈറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിൽ വന്ന് ട്രാൻസാക്ഷൻ നടത്താൻ ടൈമില്ലാത്തൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനും യൂസേഴ്സിനും വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് കസ്റ്റമർ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് തന്നെ കസ്റ്റമറിന് എന്ത് ട്രാൻസാക്ഷനാണോ വേണ്ട ആ ട്രാൻസാക്ഷനൊക്കെ അവിടുന്ന് തന്നെ നടത്താൻ പറ്റുന്നതാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വന്നതോടെ ഡെപ്പോസിറ്റിംഗ്, വിഡ്രോയിങ് മണി, റിക്വസ്റ്റിംഗ് ഫോർ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റോപ്പ് എ പേയ്മെൻറ്റ് ഈ സർവീസുകളൊക്കെ ബാങ്കിൽ പോയാൽ മാത്രമല്ല കിട്ടുക. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇത് യൂസ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഫോണോ മതി. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ബാലൻസ്, ട്രാൻസാക്ഷൻ ഇതൊക്കെ കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, ബാലൻസ് ഇൻക്വയറി, പിന്നെ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ ആ കസ്റ്റമറിന് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വഴി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അയാൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ലിസ്റ്റൊക്കെ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്താൽ കിട്ടും. ഈ എല്ലാ സർവീസസും ഇപ്പോൾ ബാങ്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ബാങ്കിൽ പോയിട്ട് നടത്തുന്ന എല്ലാ സർവീസസും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഈ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇലക്ട്രോണിക്കലി ബാങ്ക് അക്കൗണ്ട് തമ്മിലുള്ള ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനും പിന്നെ ഇൻ്റർനെറ്റ് വഴി ഫണ്ട് ട്രാൻസാക്ഷൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനും ഇൻ്റർനെറ്റ് ഒരു സെക്യൂർ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബാങ്കിൽ പോയാൽ കിട്ടുന്ന എല്ലാ സർവീസസും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിവൈസും ഇൻ്റർനെറ്റ് ആക്സസും ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആ സർവീസസൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് നടത്തുന്ന സർവീസസും ഗുഡ്സ് ആൻഡ് പർച്ചേസിനൊക്കെയാണ് ഇപ്പോൾ ഹൈലി ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ട്രഡീഷണൽ ബാങ്കിങ്ങിനെക്കാട്ടിലും കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന്. ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു അക്കൗണ്ട് സിമ്പിളായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇതിൽ പറയുന്നത് മെയിനായിട്ട് 6 അഡ്വാൻറ്റേജിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ, സിംപ്ലിസിറ്റി. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒരു ഓൺലൈൻ അക്കൗണ്ട് വഴിയിട്ട് ചെയ്യുക. ഈ ഓൺലൈൻ അക്കൗണ്ട് സിമ്പിളാണ്, ഓപ്പൺ ചെയ്യാനും സിമ്പിളാണ്, യൂസ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻറ്റ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഭയങ്കര സൗകര്യമാണ്. ഏറ്റവും എന്താ പറയുക, നല്ല സൗകര്യമാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ. എന്താ വെച്ചാൽ ഈസിലി പേ ബില്ല് ഈസിലി എന്താ പറയുക എത്ര എളുപ്പത്തിൽ ബില്ല് പേ ചെയ്യുക, പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ സർവീസിന് അത്ര എളുപ്പത്തിൽ ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ ബാങ്കിങ്ങിലാകുമ്പോൾ അവിടെ ബാങ്കിൽ പോയി ക്യൂ ഒക്കെ നിന്നിട്ടൊക്കെ വേണം ഒരു ബില്ല് പേ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ അവിടെ അന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് വന്നതോടെ ഇപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി എല്ലാ ബില്ലും പേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നടക്കുന്ന സർവീസിലുള്ള ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസിലി വ്യൂ ചെയ്യാം. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ തന്നെ ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എനി ടൈം എനിവെയർ. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഏത് സമയം എവിടെ വെച്ചിട്ടും വേണേൽ ഈ കസ്റ്റമറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ കസ്റ്റമർ രാത്രി ആയാലും ഹോളിഡേ ആയാലും അങ്ങനെയൊന്നും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനില്ല. എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇവിടെ ഓപ്പൺ ആയിക്കല്ല ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് എന്താ വെച്ചാൽ ആക്റ്റീവായ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. നാലാമത്തെ പോയിന്റ്, ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്, പിന്നെ എഫിഷ്യൻ്റ് ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് സർവീസ് ആയാലും വളരെ പെട്ടെന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഈസിലി ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് സേഫ്റ്റി. ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു കസ്റ്റമറെ എല്ലാ ട്രാൻസാക്ഷൻ ആൻഡ് അക്കൗണ്ട് ബാലൻസൊക്കെ ഏത് സമയവും ആ കസ്റ്റമറിന് നിരീക്ഷിക്കാൻ പറ്റും. ഈ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് സേഫ് ആയിരിക്കും. ദ ഫെസിലിറ്റി ആൾസോ കീപ്പ് അക്കൗണ്ട് സേഫ്. അക്കൗണ്ട് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഫെസിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ദിസ് മീൻസ് മോണിറ്ററിങ് ദ അക്കൗണ്ട് അറ്റ് എനി ടൈം. എല്ലാ ടൈമും ആ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് നിരീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കസ്റ്റമർ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ത്രെഡ് അറ്റം വരികയാണെങ്കിൽ അത് കസ്റ്റമറിന് വേഗം തിരിച്ചറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡാമേജ് വരുന്ന മുന്നേ ഇത് തിരിച്ചറിയാൻ ആ കസ്റ്റമറിന് സാധിക്കും. ലാസ്റ്റ് പോയിൻ്റാണ് പ്രൊമോഷൻ. ബാങ്കിൻ്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ എൻവോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് മീഡിയ ആയിട്ട് ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ട് ചെയ്യുന്നു. ഈ സർവീസസ് എന്ന് പറയുമ്പോൾ ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അങ്ങനെ അങ്ങനത്തെ എല്ലാ സർവീസസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് ബ്രിക്സ് ആൻഡ് ക്ലിക്സ് ഓർ ഒംനി ചാനൽ റീറ്റെയിൽ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ജാർഗൺ ടേമാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്രസൻസിനെ ഒരുമിപ്പിക്കാന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ ഒന്നിച്ച് കൊണ്ടുവരും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെ പറയുന്ന പേരാണ് ബ്രിക്സ് ആൻഡ് ക്ലിക്സ്. ഇതെന്ന് പറയുന്ന ഒരു ജാർഗൺ നെയിമാണ്. ജാർഗൺ നെയിം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ടെക്നിക്കൽ വേർഡ്സിനെയാണ് ജാർഗൺ എന്ന് പറഞ്ഞത്. ഓരോ ഫീൽഡിലും ഓരോരുത്തർക്ക് ഓരോ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ അധിക റീറ്റെയിലേഴ്സും ടെലിഫോൺ ഓർഡറിങ്ങും. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ വഴികളുണ്ട്. നമുക്ക് വേണം വിളിച്ച് പറയാം, അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കാം. മെനി റീറ്റെയിലേഴ്സ് എന്താ പറയുക, ടെലിഫോൺ ഓർഡറിങ്ങും പിന്നെ മൊബൈലിൻ്റെ ആപ്പ് ഉപയോഗിച്ചുള്ള ഓർഡറിങ്ങും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതിൽ തന്നെ മെജോറിറ്റി ആൾക്കാർ ടെലിഫോൺ സെയിൽസാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ടെലിഫോൺ ഉപയോഗിച്ചുള്ള ഓർഡറിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരുടെ കൈമേലും ഒരുവിധം എല്ലാവരുടെ കൈമേലും സ്മാർട്ട് ഫോണൊക്കെ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നതുകൂടി ഈ മോഡൽസൊക്കെ വളരെ പോപ്പുലർ ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഇപ്പോൾ അവർക്ക് പറ്റുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യാനും പറ്റും, പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. The model has historically also been known by such terms as clicks and bricks, clicks and mortar, bricks, clicks and flips, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇൻഫർമേഷൻ ഫിൽറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ ഒരു ഹ്യൂമൻ യൂസറിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് ആ ഇൻഫർമേഷൻ സ്ട്രെയിനിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിമൂവ് ചെയ്യാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓവർലോഡ് മാനേജ് ചെയ്യുക, പിന്നെ സെമാൻറ്റിക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോൻ്റെ ഇൻക്രിമെൻറ്റുമാണ് ഇത് രണ്ടാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിൻ്റെ പ്രൊഫൈല് ചില ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫർമേഷൻ ഐറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ യൂസറിൻ്റെ സോഷ്യൽ എൻവയറമെൻറ്റിൽ നിന്നോ ഇതിൽ നിന്നിട്ടായിരിക്കും ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഡയറക്ടറീസ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിലെ ചില ഓപ്ഷൻസൊക്കെ കസ്റ്റമേഴ്സിനെ കുഴക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ഈ കുഴക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ആ കസ്റ്റമേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ സ്പേസിൻ്റെ ഒരു ഓർഗനൈസേഷൻ എനേബിൾ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ കുഴക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ വരുമ്പോൾ കസ്റ്റമേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എസെൻഷ്യൽ സപ്പോർട്ട് ഫങ്ഷനാണ് ഡയറക്റ്റീവ്സ് പെർഫോം ചെയ്യുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കിൽ തിങ്സ് ഫൈൻഡ് ചെയ്യാൻ, അതായത് യൂസേഴ്സ്, ഡാറ്റ, ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനുള്ളതാണ് ഡയറക്റ്റീവ് സർവീസിൻ്റെ ടാസ്ക്. അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ ഡയറക്ടറി സർവീസസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ കോമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് ഡയറക്റ്റീവ് സർവീസസ് എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായ ഒരു കോമ്പോണൻ്റാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൽ എന്താ പറയുക, ഡയറക്റ്റീവ് സർവീസസ് എന്താ വെച്ചാൽ ഒരു ഇൻവിസിബിൾ കോമ്പോണൻ്റ് ആണ്. ഡയറക്ടറീസ് ആണെങ്കിൽ 2 ടൈപ്പാണുള്ളത്, വൈറ്റ് പേജ് ആൻഡ് യെല്ലോ പേജ്. ഇതിൽ വൈറ്റ് പേജിൻ്റെ ഡെഫിനിഷൻ എന്താ വെച്ചാൽ നെയിംസ് ആൻഡ് ടെലിഫോൺ നമ്പേഴ്സ്, ഇത് രണ്ടും ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്ന ടെലിഫോൺ ഡയറക്ടറിയിലെ ഒരു സെക്ഷനെയാണ് വൈറ്റ് പേജ് എന്ന് പറയുന്നത്. ഒരു ടെലിഫോൺ ഡയറക്ടറിയിലത്തെ ടെലിഫോൺ സബ്സ്ക്രൈബേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് വൈറ്റ് പേജസ് എന്ന് പറയുന്നത്. പിന്നെ വെബ് സർവീസസ് ഡിസ്കവർ ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളും കൂടിയാണ് വൈറ്റ് പേജസ്. അതുപോലെ തന്നെ കാനഡയിലും US-ലും ആളുകൾക്കും ബിസിനസ്സിനും തമ്മിൽ ബന്ധപ്പെടാനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വൈറ്റ് പേജസ് ആണ്. യെല്ലോ പേജ് എന്ന് പറഞ്ഞാൽ യെല്ലോ പേജ് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ടാണ് യെല്ലോ പേജ് യൂസ് ചെയ്യുന്നത്. യെല്ലോ പേജിൽ ലിസ്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ കാറ്റഗറി അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് യെല്ലോ പേജിൽ ലിസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ യെല്ലോ പേജസ് അഡ്വർടൈസിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യെല്ലോ പേജസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ്റെ ചെറിയൊരു ബ്ലർബും പിന്നെ ഇൻക്ലൂഡിങ് ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കാൻ ഈ യെല്ലോ പേജസ് യൂസ് ചെയ്യുന്നു.